ഫാം ഹൗസിലേക്ക് പോവാം. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാമെന്നേ. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ വക്കീലെ, ഞാൻ വരാം. ആ എന്നാ ശരി. ഞാൻ ആ തെളിവെല്ലാം നശിപ്പിച്ചെന്ന് നിങ്ങൾ പോലീസിനോട് പറഞ്ഞു. ഞാൻ എന്നെ തെളിവ് നശിപ്പിച്ചേ? അതൊക്കെ പോലീസുകാരുടെ ഓരോ അടവല്ലേ ബെൽ. ആരുടെ ഇടമാണെന്ന് ആർക്കറിയാം. ദേ മര്യാദയ്ക്ക് എന്നെ ഇതിൽ നിന്ന് ഊരി തന്നോളാം. എന്നെ കൊണ്ട് ഒക്കാവുന്ന അത്രയും പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് എവിടുന്ന് കണ്ടിട്ടായാലും ഞാൻ കൊണ്ടുവരും. ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് ബെല്ലിന് തന്നതല്ലേ. എന്നോ പൊന്നു പൂലോകമാണെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടെന്ന്. ഒന്നുകൂടെ ഞാൻ പറയുക, ദയവേത് എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് ഊരി തന്നോളാം. ആ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നീങ്ങ വന്നേ, ഞാൻ പറയട്ടെ. എന്നതിന് ഞാൻ പറയുന്ന ഒന്ന് സമാധാനത്തോടെ കേക്ക്. വന്നിരിക്കെ ഇരിക്കെ. ബെല്ലി ഈ വീട്ടിലേക്ക് വന്നു. എനിക്ക് നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരിഷ്ടം തോന്നി. തിരിച്ചെന്നോടും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതല്ലേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത്. അല്ലാതെ വരുന്നവർക്ക് ഇങ്ങനെ കൂടെ കിടക്കാൻ അങ്ങനെ ഒരു കൊതിച്ചായിട്ട് ഞാൻ ഇവിടെ നിൽക്കാന്നാണോ ബെല്ല് കരുതിയത്? അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ബെൽ. അച്ഛനൊരു ഒത്തിരി സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു. അങ്ങനെ അല്ലാത്തോണ്ടല്ലേ ഞാൻ നിന്നെ കണ്ടപ്പോൾ ഓരോന്നൊക്കെ ആഗ്രഹിച്ചത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതും ചെയ്യുന്നതും. അന്ന് നീ ഇതെല്ലാം സമ്മതിച്ചതല്ലേ? സമ്മതിച്ചാ? എന്നിട്ടിപ്പോ എന്നായി? ഒരുമിച്ച് ജീവിക്കുമല്ലോ, ഒരുമിച്ച് ജയിലിലേക്ക് കെട്ടിയെടുക്കാൻ പോവല്ലേ? ആര് പറഞ്ഞു? ബെൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട, ചുമ്മാ എന്റെ കൂടെ നിന്ന് തന്നാ മതി. നമ്മൾ ഇതിന്ന് ഊരും. എങ്ങനെ? അതിന് നീ ഇതുവരെ പറഞ്ഞതുപോലുള്ള ഉറപ്പല്ല എനിക്ക് വേണ്ടത്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഉറപ്പ്. എനിക്കിപ്പോ വേറെ വഴിയുള്ളേ? അതല്ല, എന്തൊക്കെ വഴിയുണ്ടെങ്കിലും നീ എന്നെ വിട്ട് പോവില്ല എന്നുള്ള ഉറപ്പ്. ശരി, ഈ കേസിൽ നിന്ന് നമ്മൾ ഊരുവാണെങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത്. മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മരണം വരെ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട രഹസ്യമാണ്. അച്ചായൻ്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ മരണകാരണം സയനൈഡ് എന്നായിരിക്കും. ശരിക്കും സയനൈഡാണോ ഉപയോഗിച്ചത്? പക്ഷെ അത് തിരുത്താനുള്ള വഴിയാണല്ലോ നമ്മൾ നോക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് തിരുത്താൻ പറ്റുമോ? അതല്ലേ പറഞ്ഞത്, ബെൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മുഴുവൻ സ്വത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഞാനത് തിരുത്തും. എനിക്ക് ഏറ്റവും വലുത് നീയാണ് ബെൽ, പ്ലീസ്. കാശ് കൊടുത്തൊക്കെ ഇത് മാറ്റാൻ പറ്റുമോ? അതിനല്ലേ വക്കീലുള്ളത്. ആദ്യം ബെല്ലൊരു ഉറപ്പ് പറ. എന്നാ ഞാൻ പോയി വക്കീലിനെ കണ്ടിട്ട് വരാം. കേസിന്റെ കാര്യമൊക്കെ ആൾക്ക് വിടാം. എന്നിട്ട് നമ്മുടെ ജീവിതം ഫ്രഷ് ആയിട്ട് തുടങ്ങാം. സമ്മതിച്ചു തന്നേക്കുന്നു. എന്ത്? എന്റെ ഈ ആത്മവിശ്വാസേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ വക്കീല് വായിൽ വിരലൊക്കെ ഇട്ടുന്ന? ഏയ്, അത് ചെറിയൊരു മുള്ളുണ്ടതാ. ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. കുട്ടിക്കാനത്തും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ ഉള്ളത് ഇതിലും ബ്യൂട്ടിഫുള്ളാ. നമുക്ക് അവിടേക്ക് ഒന്ന് പോണം. വക്കീൽ അച്ഛനെക്കാളും വലിയ കാശുകാരനാണല്ലോ. കാശെന്നൊക്കെ പറഞ്ഞ കോടതിക്കകത്ത് ഞാൻ അത്ര മിടുക്കനൊന്നുമല്ല, പക്ഷെ പുറത്തെ കളിയിൽ ഞാൻ കുറച്ച് മുന്നിൽ കയറും. അല്ല വക്കീല്, വില്ലിൽ എന്തോ ക്ലോസിന്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് എന്താ അത്? അതൊക്കെ പറയാന്നേ, എന്തിനാ ഇത് ധൃതി വെക്കുന്നേ? സമയമല്ലേ ഉള്ളത്. വാ അകത്തേക്കോ.
ഈ താന്ത്രിക്കും മോഡേണിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്തുള്ളൊരു മൂഡിലാണ് ഞാനിന്നുള്ളത്. അത് കൊള്ളാം. വേറെ പറഞ്ഞ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോക്ടെയിൽ ആ ഒരു മൂഡിൽ ഒരു ഡ്രിങ്ക് ഞാൻ ഫിക്സ് ചെയ്യട്ടെ. എന്നാ ബാ, എന്നാ അതിൻ്റെ കൂട്ടും കൂടെ പഠിപ്പിച്ചേക്കാം. വാന്നേ. അശ്വഗന്ധാരിഷ്ടം ഇതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ലേശം ഹണി. നാളെയല്ലേ സർക്കിളിനെ കാണാൻ പോണെന്ന് പറഞ്ഞത്? സെലേനയ്ക്ക് ചെറിയൊരു പേടിയുണ്ടല്ലേ? അതെന്താ? അല്ല, ആ വിഷയം അങ്ങോട്ട് വിടുന്നില്ല. ആ വിഷയം സംസാരിക്കാനല്ല വക്കീല ഞാൻ വന്നത്. അങ്ങനെ പറയരുത്. ഇന്ന് നമ്മൾ ഇങ്ങനെ വെറൈറ്റി ഐറ്റം ഒക്കെ പിടിച്ചങ്ങ് എൻജോയ് ചെയ്യും അല്ലേ? അയ്യോ, എന്നെ കുടിപ്പിച്ച് കിടത്തുവോ? കുടിക്കാതെ കിടക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ. എല്ലാം സെലേനയുടെ ഇഷ്ടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വില്ലിലുള്ള ക്ലോസ് എന്താണെന്ന് പറയാം. പറയാന്നേ. ഇപ്പം ഇത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇതാണ് അച്ചായൻ്റെ വില്ല്. ഇതില് ഇതാണ് ആ ക്ലോസ്. സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അച്ചായൻ മരിക്കുന്നതെങ്കിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ആ അന്വേഷണത്തിൽ മരണവുമായി സെലേനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അച്ചായൻ്റെ സ്വത്തുക്കളിൽ സെലേനയ്ക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. ഇതാണോ ക്ലോസ്? അതെ. ഇതിൽ എന്താണ് ഇത്ര പ്രശ്നം? പ്രശ്നം എന്താന്നുള്ളത് സെലേനയ്ക്ക് മനസ്സിലായി, സെലേനയ്ക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കും മനസ്സിലായി. പക്ഷെ പേടിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം. ഇന്നത്തെ മൂടങ്ങ് കളയണ്ട. നമുക്ക് മുകളിലേക്ക് ഇരിക്കാം, അതായിരിക്കും നല്ലത്. മുകളിലെ സെറ്റപ്പ് കണ്ടിട്ടില്ലല്ലോ വക്കീലേ. എന്തോ? ഇത്ര നിസ്സാര ആവശ്യങ്ങൾക്ക് ഓരോരുത്തന്മാരുടെ കൂടെ കിടന്നുകൊടുക്കുന്ന പണിയെ ഞാൻ നിർത്തി. എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തോ വലിയ സഹായം ചെയ്യാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ആ സഹായം വേണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ. ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും കാണണം നിന്റെ ഈ ധൈര്യം. അതൊക്കെ ഉണ്ടാവും വക്കീല. അല്ല, നിങ്ങളെന്താ വിചാരിച്ചത് ഞാൻ അച്ഛനെ വിഷം കൊടുത്ത് കൊന്നു? പിന്നല്ലാതെ. ശരി. നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും എന്തൊക്കെ പരിശോധിച്ചാലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഒരാൾ അങ്ങനെ അല്ലതാവൂ. എൻ്റെ മുന്നിൽ കിടന്ന് അങ്ങനെ ചങ്ക് പൊട്ടി മരിച്ചപ്പോൾ ചില കളികൾ കളിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. പിന്നെ ഈ അന്വേഷണം നടക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മണപ്പിക്കാനായിട്ടൊരു വക്കീല്. ദേ വക്കീലെ, ഇതുപോലുള്ള പണികളെ ഇവിടുത്തെ സാധാരണ പെമ്പിള്ളേരോട് കാണിച്ച പോലും ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വക്കീൽ നന്നായിട്ട് അറിയാലോ. അപ്പൊ പിന്നെ എന്തിനു ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്ന എന്നോട് ഈ കളിക്ക് നിൽക്കണം. ആ മുള്ളു കൊണ്ടെടുത്തേ ചോര പൊടിയുന്നുണ്ടാവും. അതുകൊണ്ട് ആ വിരൽ വായിലേക്ക് എന്നെ അങ്ങ് വെച്ചോ. പോട്ടെ. കഴിക്കാം. എടി പരവട്ടിച്ചി, നീ എന്നാ കൊണ്ടേ കുറിച്ചില്ലാടി എന്റെ ചേട്ടായുടെ പോസ്റ്റ് റിപ്പോർട്ട് തിരുത്തിച്ചേ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവിടെ ഉള്ള എല്ലാ മറ്റവന്മാരും നിന്റെ ആളായിട്ടെന്ന് എന്റെ നേരെ കുറയ്ക്കുവാ. ഇത് എപ്പോഴാണ് നീ പോലീസുകാർക്കും കിടന്നു കൊടുത്തേ? ദേ, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്. ഇല്ല, ഒച്ച ഉണ്ടാക്കുന്നില്ല. ഇനി ഒച്ച ഉണ്ടാക്കാത്ത കളിയാ. ക്രിമിനൽ കേസ് അല്ലെങ്കിൽ സിവില്, പഴത് കിട്ടുന്നിടത്ത് വെച്ച് ഞാൻ പൂട്ടും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, എനിക്ക് ഒരു സ്വസ്ഥത വേണം. ഓഹോ, ആഹാ,
സ്വസ്ഥമായിട്ട് നിന്റെ കളിക്കാരനെ ഊട്ടി ഉരുട്ടി എടുക്കുവാനടി. ഇവൻ രണ്ടും കൂടത്തിലേക്ക് പോണ സമയത്ത് എനിക്ക് മനസ്സമാനം ഉണ്ടാവൂല. ഇറങ്ങി പോടോ. ഇതെല്ലാം ഇപ്പൊ എന്റെയാ, എന്റെ മാത്രം. അതുകൊണ്ട് ഇവിടെ കിടന്ന് അധികം മെനക്കാതെ ഇറങ്ങി പോടാ മയിരെ. എൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഈ അറുവാണിക്കും ഇവളുടെ കുതിരക്കാരനും നീ കൊടുത്തേക്കണം എൻ്റെ മാതാവേ. എൻ്റെ ചേട്ടായിനെ പച്ചയ്ക്ക് ഇരുന്ന നീ മുടിഞ്ഞു ഓടി. നീ സൂക്ഷിച്ച് ജീവിക്കാന്ന് കരുതണ്ട. നിന്നെ ഇവിടെ നിറക്കൂടിയാണ്. വാ ഇരിക്ക, കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഇരിക്കുന്നേ. എന്താ ആലോചിക്കുന്നത്? ഞാൻ ഇസ്രായേലിൽ പോകുന്ന കാര്യം ഒന്നുകൂടെ നോക്കിയാലോ എന്ന് ആലോചിക്കുമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് പേടിയില്ലാതെ ജീവിക്കാലോ. നീ പോവാതിരിക്കാനല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ മാറ്റിയത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു വർത്താനം? ബെല്ല് ഇനി എങ്ങും പോകുന്നില്ല. അതിനെ എന്നെ ഇവിടെ തടവിലിട്ടേക്കാണ്. അങ്ങനെയാണോ ബെല്ലിന് തോന്നുന്നത്? പിന്നെ അല്ലാതെ ഞാൻ പറയുന്നതിനൊന്നും ഇവിടെ ഒരു വിലയില്ല. എല്ലാ ദിവസവും കണ്ടോമാർ കയറുമെന്ന് പറയുന്നത് തെറിയും ഞാൻ കേൾക്കണം. എന്നിട്ട് ഇറങ്ങിക്കോ പിടിച്ചോ എന്ന് പറയുന്ന വീട്ടിൽ അങ്ങനെ പട്ടിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യുന്നേ. പട്ടിയെ പോലെയോ? എന്ത് ചീപ്പായിട്ടാണ് ബെല്ല് സംസാരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഇതെല്ലാം ചെയ്തത് അല്ല, മൊത്തം തീരുമാനിച്ചത് നീയാ, എന്നിട്ട് എന്നെ പെടുത്തിയതാ. ആ അങ്ങനെ തന്നെ. ബെല്ല് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. മനസ്സിലായോ? ആ അങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും. എന്നാ പിന്നെ നീ ഒറ്റയ്ക്ക് കൊണ്ട് സന്തോഷമായിട്ട് ഉണ്ടാക്കണേ. എന്നിട്ട് ഒരുമാതിരി വേഷം കെട്ടെടുക്കുന്നത് ഫോണിൽ കൂടെ പറയുന്നതാണ് കോപം. നീ ഇവിടെ ഇറങ്ങി വാ. നീ ബെല്ലിപ്പ് സന്തോഷിക്കാനുള്ള സമയം കേട്ടോ. ഇല്ലടി, നീ എന്നോട് ചെയ്തതിനൊക്കെ നിനക്കിട്ട് തിരിച്ച് പണിതിട്ട് ഇനി എനിക്ക് സന്തോഷിക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാനുള്ളതാണ് നമ്മുടെ ബന്ധം. നീ ചെയ്തോണ്ടിരുന്നു അത് തന്നെയല്ലേ? ഞാൻ ആലോചിച്ചിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. എന്ത്? നിന്നെക്കാൾ ഒരു ഇച്ചിരി മെടുക്ക് എനിക്ക് കൂടുതലുണ്ട്. അത് നീ അംഗീകരിച്ചാ എല്ലാം ശരിയോ?
സന്തോഷിക്കേണ്ട സമയ.